നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്നോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഒരു IT സൊല്യൂഷൻ പ്രൊവൈഡർ കമ്പനിയുടെ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇതിൻ്റെ IPO ഓപ്പൺ ചെയ്യുന്നത് ഓഗസ്റ്റ് 21 തീയതിയാണ്. ഇവർ ടോട്ടലായിട്ട് 214.76 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. അതിൽ 120 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളിലാണ്, ബാക്കിയുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. നമുക്ക് എന്തായാലും ഈ IT സൊല്യൂഷൻ പ്രൊവൈഡർ കമ്പനിയായ ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ വിശേഷങ്ങളൊന്ന് പരിശോധിക്കാം. വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വേണം ഇത് കണ്ടു തുടങ്ങാനെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമ്മൾ ഇന്ന് ഓറിയൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ വിശേഷങ്ങളാണ് പരിശോധിക്കുന്നത്. 1997 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ഈ IT സൊല്യൂഷൻസ് പ്രൊവൈഡർ കമ്പനി വലിയ IT കമ്പനികളായിട്ടുള്ള ഡെല്ല്, ഫോർട്ടിനെറ്റ്, ന്യൂട്ടാനിക്സ് തുടങ്ങിയിട്ടുള്ള കമ്പനികളുമായിട്ട് കൊളാബറേറ്റഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവർക്ക് എന്തായാലും അവരുടെ പ്രോഡക്റ്റുകൾക്ക് നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ ഓർഡർ ബുക്ക് വാല്യൂ തന്നെ ഏകദേശം 100 കോടിയുടെ അടുത്ത് വരും. കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ലെങ്കിലും പ്രധാനമായിട്ടും 3 വെർട്ടിക്കൽസാണ് അവരുടെ പ്രവർത്തനങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് IT ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഡാറ്റാ സെൻറ്റർ സൊല്യൂഷൻസും എൻഡ് യൂസർ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആൻഡ് സൊല്യൂഷൻസ്. പിന്നെ IT എനേബിൾഡ് സർവീസസ് ആയിട്ടോ രണ്ടാമത്, അതായത് പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് മാനേജ്ഡ് സർവീസസ്, മൾട്ടി വെൻഡർ സപ്പോർട്ട് സർവീസസ്, IT ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സർവീസസ്, നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻറ്റർ സർവീസസ്, സെക്യൂരിറ്റി സർവീസസ് തുടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. പിന്നെ ക്ലൗഡ് ആൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ് സർവീസസ്, അതായത് മൈഗ്രേറ്റിംഗ് വർക്ക് ലോഡ് ഫ്രം ഡാറ്റാ സെൻറ്റർ ടു ദ ക്ലൗഡ്. ഇങ്ങനെ 3 വെർട്ടിക്കൽസ് ആയിട്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ തിരിച്ചിട്ടുള്ളത്. വിവിധ ഇൻഡസ്ട്രികളിൽ ഈ ഓറിയൻ ടെക്നോളജീസിൻ്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ബാങ്കിങ് സെക്ടറിൽ, ഫിനാൻഷ്യൽ സർവീസസിൽ, ഇൻഷുറൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, IT എനേബിൾഡ് സർവീസസ്, ഹെൽത്ത് കെയർ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ഇവിടെ എല്ലാം തന്നെ ഈ കമ്പനിയുടെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ IT സൊല്യൂഷൻസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ചില ക്ലയൻസിൻ്റെ പേര് പറയാൻ: കോൾ ഇന്ത്യ, മെസഗോണ്ടോക്ക്, ഡി-ഡെക്കോർ, ജ്യോതി ലാബ്, ACG, ഇൻറ്റഗ്രിയോൺ, ബ്ലൂ ചിപ്പ്, ട്രേഡ് ബുൾസ്, വാശി ജനതാ ബാങ്ക്, വാശി വികാസ് ബാങ്ക്, പിന്നെ മുംബൈയിലെ തന്നെ ജോയിൻറ്റ് കമ്മീഷണർ ഓഫ് സെയിൽ ടാക്സ്, ഇവിടെ എല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി പ്രൊമോട്ടേഴ്സ്: അജയ് ബൽറാം സാവന്ത്, ഉമേഷ് നവനീത് ലാൽ ഷാ, ഉജ്വൽ അരവിന്ദ് മഹാത്രെ, ജയേഷ് മൻഹർലാൽ ഷാ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം ഇഷ്യൂസിനും തൊട്ട് മുമ്പായിട്ട് 97.96% ഓഹരികളുമുണ്ട്. EPS 11.8, P റേഷ്യോ 17.79, റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 23.64%, NAV 48.95 പെർ ഷെയറുമാണ്. ഇനി ഈ കമ്പനി എന്തിനാണ് ഇപ്പോൾ ഇഷ്യൂ നടത്തുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യത്തിന് അവരൊരു 79.65 കോടി രൂപ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമുക്കറിയാം 120 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനിക്ക് ലഭിക്കുന്നത്. അതിൽ 79.65 കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് അവർ വിനിയോഗിക്കുന്നത്. പുതിയ ഒരു പ്രിമൈസസ്, ബോംബെയിൽ പുതിയ ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 10 കോടി രൂപ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ലീഡ് മാനേജർ ഇലാര ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. രജിസ്ട്രാർ ലിങ്ക് ടൈം ഇന്ത്യയുമാണ്. ഇനി ലിസ്റ്റഡ് പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഡൈനാകോൺ സിസ്റ്റംസ്, പിന്നെ HCL ടെക്നോളജീസ്, വിപ്രോ, LTI മൈൻഡ്രി, അലൈഡ് ഡിജിറ്റൽ സർവീസസ്, ദേവ് ഇൻഫർമേഷൻ ടെക്നോളജി, ടെക് മഹീന്ദ്ര, സിലിക്കോൺ റെൻ്റൽ സൊല്യൂഷൻസ് തുടങ്ങിയിട്ടുള്ള കമ്പനികളാണ് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളായി പറയുന്നത്. അവരുടെ P റേഷ്യോ ആണ് ഈ സൈഡിലെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാന ഫിനാൻഷ്യൽ പോയിൻറ്റ്സ്. റവന്യൂ നോക്കൂ, 2023 നിന്ന് 24 വരുമ്പോൾ 12% വർധനവാണ് റവന്യൂവിൽ സംഭവിച്ചിട്ടുള്ളത്. 542.01 കോടിയിൽ നിന്ന് 606.86 കോടിയിലേക്കുള്ള വളർച്ചയാണ്, 12% വളർച്ചയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി അറ്റാദായം നോക്കുകയാണെങ്കിൽ ഒരു 8% വളർച്ചയാണ് 2023 നിന്ന് 24
കഴിയുമ്പോൾ സംഭവിച്ചിട്ടുള്ളത്. 38.3 കോടി ആയിരുന്നു 2023 അത് 41.45 കോടി രൂപയായിട്ട് അടുത്ത വർഷം 24 വരുമ്പോഴത്തേക്കും വർദ്ധിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ ക്രമമായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സാമ്പത്തിക കണക്കുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓറിയന്റ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് 21 മുതൽ 23 വരെയാണ് IPO ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 195 രൂപ മുതൽ 206 രൂപ വരെയാണ്. 120 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ. 46 ലക്ഷം ഓഹരികളാണ് ഇവർ ഓഫർ ഫോർ സെയിലായിട്ട് വിറ്റഴിക്കുന്നത്. അത് അപ്പർ ബാൻഡ് വെച്ച് കണക്കാക്കുമ്പോൾ 94.76 കോടി രൂപയ്ക്കുള്ളത് വരും. അപ്പോൾ ടോട്ടൽ IPO സൈസ് എന്ന് പറയുമ്പോൾ 214.76 കോടി രൂപയ്ക്കുള്ളതാണ്. ഒരു റീറ്റെയിലർ മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 72 ഓഹരികളാണ്. അതായത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 72 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. 35% ഓഹരികളും റീറ്റെയിലേഴ്സിന് നൽകുന്നുണ്ട് കമ്പനി. 26-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഓഗസ്റ്റ് 28-ാം തീയതി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഇഷ്യൂ കഴിയുമ്പോൾ 857.82 കോടി രൂപയ്ക്കുള്ളതായിരിക്കും. ഇത് വാങ്ങണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് IT മേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. വളരെ വലിയ ഓർഡർ ബുക്ക് ഒരു 100 കോടിയുടെ അടുത്ത് ഇപ്പോൾ തന്നെ കമ്പനിയുടെ കൈവശമുണ്ട്. അപ്പോൾ ഇത് ലോങ് ടേമിലേക്കും ഇപ്പോൾ മിഡ് ടേം ഇൻവെസ്റ്റേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. ഓറിയന്റ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടണം. നിങ്ങൾ ഇത് വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുകയും വേണം. മറ്റൊരു IPO വിശേഷമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.